ആര്യ അനിൽ സാമൂഹ്യ നിരീക്ഷകർ നമ്മളോടൊപ്പം തത്സമയം പ്രതികരണവുമായി ചേരുകയാണ്. ശ്രീമതി ആര്യ അനിൽ, ഈ ദിവസം കോടതിയിൽ നിന്ന് വരുന്ന വിധിക്ക് വലിയ വിലയുണ്ട്. അതിക്രമത്തിനിരയാകുന്ന, അധിക്ഷേപത്തിനിരയാകുന്ന, നമുക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ 2017 ഫെബ്രുവരി 17 ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവത്തിനപ്പുറത്തേക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊത്തിവലിക്കപ്പെട്ട, വിചാരണ വേളയിൽ വലിച്ചു കീറപ്പെട്ട വേദന നമ്മുടെ പ്രിയ നടിക്കുണ്ടായ സാഹചര്യമുണ്ട്. ഈ വിധി അധിക്ഷേപിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന മുഴുവനും സ്ത്രീകൾക്കും നിയമത്തിന്റെ സംരക്ഷണമുണ്ട് എന്നുറപ്പിച്ച് പറയാൻ കഴിയുന്നതാകണം എന്നത് തന്നെയല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ? തീർച്ചയായും ഈ വിധിക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഒരു ദിവസം ഓർക്കേണ്ടത് അതിജീവിതയെ കുറിച്ചിട്ടാണ്. എത്ര ധൈര്യത്തോടെയാണ് അവർ ഈ ഒരു ക്രൂരമായ, അതായത് നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ആദ്യമായിട്ടാണ് ലൈംഗിക അതിക്രമത്തിനൊരു കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിൽ അത്രയും ക്രൂരത അനുഭവപ്പെട്ടതിന് ശേഷം സധൈര്യം അവർ സമൂഹത്തിന് മുമ്പിൽ വരികയാണ്. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് അവർക്ക് വേണ്ടി മാത്രമല്ല അവർ നിലകൊണ്ടിട്ടുള്ളത്, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്, ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിലകൊണ്ടിട്ടുള്ളത്. അത്രയും ധൈര്യത്തോടു കൂടിയിട്ട് ഒരു സ്ത്രീ മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു സമയമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവര് മുന്നോട്ട് വന്നിട്ട് മാറ്റിയത് ചരിത്രമാണ്, മലയാള സിനിമയുടെ ചരിത്രം, കേരള സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ. നമ്മൾ ബോഡി ഷെയ്മിങ് എന്നൊക്കെ വാക്ക് നമുക്ക് ഈ ഒരു 8 കൊല്ലം മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മലയാള സിനിമയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം. WCC പോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം സിനിമയിൽ നിന്ന് തന്നെ വരുന്നു. പോഷ് ആക്ട്, ഹേമ കമ്മിറ്റി, എത്ര മാറ്റങ്ങൾ. അപ്പൊ തീർച്ചയായും ഇന്നത്തെ വിധിക്ക് പ്രസക്തിയുണ്ട് എന്ന് പറയുമ്പോൾ അതേ സമയത്ത് നമുക്ക് പറയേണ്ടതാണ്, അതിജീവിതയ്ക്കൊപ്പമാണ് കേരള സമൂഹം നിൽക്കുന്നത്, നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അത് വിധി എന്ത് തന്നെയായാലും അതിനൊക്കെ ഉപരിയായി അതിജീവിതയ്ക്കൊപ്പം അവർക്ക് നേടിയെടുക്കുക എന്നുള്ളതിൽ പൂർണ്ണ വിശ്വാസം നമ്മൾ ഇന്നത്തെ വിധിയിൽ നമ്മൾ കോടതിയിൽ അർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്നലെ WCC ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ. 3215 ദിവസങ്ങളാണ് അതിജീവിത നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, നമ്മളോട് എല്ലാവരോടും സംവദിച്ചിട്ടുണ്ട്, അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. അവർ സധൈര്യമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അത് എത്ര വലിയ ഊർജം പകരുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞറിയിക്കാനായി പറ്റില്ല. അപ്പോ ഇന്ന് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവർക്കൊപ്പമാണ്, ആണ് നീതി കിട്ടേണ്ടത്. അവർക്ക് എന്തു തന്നെയായാലും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും സഹകരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. താങ്ക് യു. ശരി, ശ്രീമതി ആര്യ അനിൽ നമ്മളോടൊപ്പം തുടരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. അവൾക്കൊപ്പം എന്ന വാക്കുകൾ, അവൾക്കൊപ്പം എന്ന നിലപാട് ഹൃദയത്തിൽ കൊത്തിവെച്ച കാലം തന്നെയാണ് കടന്നുപോയത്. ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാകരുത്. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ, ഇനി അഥവാ നിയമത്തെ ബഹുമാനിക്കാത്ത, സമൂഹത്തെ ബഹുമാനിക്കാത്ത, സ്ത്രീകളെ ബഹുമാനിക്കാത്ത അധമരായ ക്രിമിനലുകൾ ഇത്തരത്തിലുള്ള എന്തിനെങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടാൽ തന്നെ അത് ഒരു സ്ത്രീയുടെയും ജീവിതത്തിന്റെ അവസാനമല്ല, സൂര്യനെ പോലെ ഉദിച്ചുയരാൻ കഴിയുന്ന, ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം സ്ത്രീകൾക്ക് ഉണ്ടാകണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമായിട്ടാണ് ചിരിച്ച മുഖവുമായി പിന്നീട് ആ പെൺകുട്ടി നമ്മുടെ മുന്നിൽ വന്നു നിന്നത്. പലയിടങ്ങളിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അവൾക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടികളുടെ വേദിയിലേക്ക് തന്നെ കൊണ്ടുവന്നത് എല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും വലിയ ചതിക്കാണ് അന്ന് ആ പെൺകുട്ടി ഇരയായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം കാറിനാണ് ഒരു സിനിമയുടെ ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തിലേക്കുള്ള വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ സ്വന്തം വാഹനത്തിന് പിന്നിൽ ഒരു വാഹനം ഇടിക്കുകയാണ്. ആ വാഹനത്തിൽ നിന്ന് പിന്നീട് ഒരു തർക്കത്തിലേക്ക് ഇവർ തമ്മിൽ പോവുകയാണ്. അപ്പോൾ ആ പുറകിൽ നിന്ന് ടെമ്പോ ട്രാവലറിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകൾ സ്വന്തം വാഹനത്തിലേക്ക് കയറുകയും ഇത് മാർട്ടിനുള്ള കൊട്ടേഷനാണ്, മാഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറയുകയും പിന്നീട് ആ വാഹനത്തിലേക്ക് പൾസർ സുനി കടന്നു വരികയുമാണ് ചെയ്യുന്നത്. ഏതാണ്ട് 2 മണിക്കൂറോളം 9:15 ഈ നാടകം, ഈ ആക്സിഡന്റ് നാടകം ഉണ്ടാകുന്നത്. കാക്കനാടേക്ക് 11 മണിക്ക് ശേഷമാണ് ഈ വാഹനം കൊച്ചിയിലെ മുഴുവൻ റോഡുകളും ഓടിത്തീർന്ന് എത്തുന്നത്. അപ്പോഴേക്കും ആ പെൺകുട്ടി പരീക്ഷീണയാണ്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് പൾസർ സുനിയെ മാത്രമാണ് പെൺകുട്ടിക്ക് പരിചയമുണ്ടായിരുന്നത്. പൾസർ സുനി ആ പെൺകുട്ടിയോട് പറയുന്നത് ഇതൊരു കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ളത്. അവിടെ നിന്ന് ലാലിന്റെ വീട്ടിലേക്ക് എത്തുന്നു. പൾസർ സുനി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പോലീസിൽ അറിയിക്കാമെന്ന് പറയുമ്പോൾ സ്വന്തം ഡ്രൈവറായിരുന്ന മാർട്ടിൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് താൻ, അതായത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ, തന്റെ ഡ്രൈവർ ഒരു ഒറ്റുകാരനായിരുന്നു, ഈ ചതി ഇത്രമേൽ വലിയ ഗൂഢാലോചനയായിരുന്നു,
താൻ ഇത്ര വലിയ ചതിയിലേക്ക് അകപ്പെട്ടു പോവുകയായിരുന്നു ഒരു കൂട്ടം ക്രിമിനലുകളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത്. അത്ര വലിയ ചതിയെയാണ് അതിജീവിച്ചത്. പിന്നീട് PT തോമസ് ആ വീട്ടിലേക്ക് എത്തുന്നു. കേസ് നടപടികളിലേക്ക്, നിയമ നടപടികളിലേക്ക് പോകാൻ ആ പെൺകുട്ടി തയ്യാറാകുന്നു. അവിടെ നിന്ന് തുടങ്ങിയ നിയമയുദ്ധമാണ് ഇന്ന് ഒരു വിധിയിലേക്ക് എത്തി നിൽക്കുന്നത്.